നിങ്ങൾക്ക് ഇത് ചിന്തിച്ചുകൂടെ? കാരണം ധൈര്യം ചോർന്നു പോകും. ധൈര്യം ചോർന്നു പോകുമെന്ന് മാത്രമല്ല, വേണ്ടത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതിനുള്ള അറിവ് ലഭിക്കില്ല. നമ്മളുടെ സർവ്വ ഗുണങ്ങളും നശിച്ചു പോകും. ദുഃഖം അത് കെടുത്തിക്കളയും. അതുകൊണ്ട് ദുഃഖമാണ് ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് സർവ്വ ഉപനിഷത്തുകളും സർവ്വ ഗ്രന്ഥങ്ങളും നമ്മോട് ഉപദേശിക്കുന്നു, ദുഃഖിക്കരുത്. ദുഃഖിക്കുമോ ഇനി ആരെങ്കിലും? ഇല്ല. സത്യം വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു, എപ്പോഴെങ്കിലും ദുഃഖം വരുമ്പോൾ ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്നും ഐരൂർ ചെറുകോൽപ്പുഴ ആ ഹിന്ദുമത പരിഷത്തിന്റെ ആ മണൽപ്പരപ്പിൽ ഇരുന്നു കൊണ്ട് ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഒരു ഉപദേശം നമുക്ക് ഋഷീശ്വരന്മാരുടെ കൃപയാൽ, അന്തരാത്മാവിന്റെ കൃപയാൽ ലഭിച്ചിട്ടുണ്ട്. ദുഃഖം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിനാൽ ഞാൻ ദുഃഖിക്കാൻ തയ്യാറല്ല. മാത്രവുമല്ല, തന്റെ സ്വരൂപം ആനന്ദമാണ്. തന്റെ ഉള്ളിൽ ശാന്തിയില്ലേ? തന്റെ ഉള്ളിൽ സമാധാനമില്ലേ? ശാന്തിയെയും സമാധാനത്തെയും കെടുത്തുന്നത് അതിമോഹങ്ങളല്ലേ, ആഗ്രഹങ്ങളല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യന് എന്താണ് വേണ്ടത്? സ്വസ്ഥതയോ അതിമോഹമോ? ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി നിരന്തരം ദൈവ ഭക്തരെന്ന് വിചാരിക്കുന്നവർ അവരവരുടെ ആവശ്യങ്ങളെ ഉള്ളിൽ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഭക്തരെന്ന് അഭിമാനിക്കുന്നു, അല്ലെ? ആവശ്യങ്ങൾ കോവിലിന് മുന്നിൽ പോയി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പൂജാമുറിയിൽ ചെന്നിരുന്നു കൊണ്ട് ആവർത്തിച്ച് പറഞ്ഞിട്ട് സ്വയം ഭക്തനെന്ന് അഭിമാനിക്കുന്നു. അത് ഭക്തിയാണോ? സദാ ആത്മാനുസന്ധാനം ഭക്തിരിത്യഭിധീയതേ. ആത്മാവിനെ സദാ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി. അതുകൊണ്ട് ദൈവം ആത്മാവാണ്. ആത്മാവ് അഖണ്ഡമാണ്. തദേജതി, അത് ചലിക്കുന്നതാണ്. തന്നൈജതി, അത് ചലിക്കാത്തതാണ്. തദേജതി തന്നൈജതി തദ്ദൂരേ തദ്വന്തികേ, അത് ദൂരത്താണ്, അതകത്താണ്. തദ്ദൂരേ തദ്വന്തികേ തദന്തരസ്യ സർവസ്യ, അത് സർവത്തിന്റെയും അകത്താണ്, അത് സർവത്തിലുമാണ്. തത് സർവസ്യാസ്യ ബാഹ്യതഃ, അത് സർവത്തിന്റെയും അകത്താണ്, സർവത്തിന്റെയും പുറത്താണ്. അത് ചലിക്കുന്നതാണ്, അത് ചലിക്കാത്തതാണ്. അത് ദൂരെയാണ്, അത് അടുത്താണ്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? സകല ചലനങ്ങളിലും ചലനരഹിതമായി ആ നിശ്ചലത കുടികൊള്ളുന്നുണ്ട്. അത് സത്യമാണ്, അത് ബോധമാണ്. ചലനങ്ങളിൽ നിശ്ചലതയെ കാണുക എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചത് അതുകൊണ്ടാണ്. കർമ്മണ്യകർമ്മയ പശ്യേ അകർമ്മണി ച കർമ്മയ, കർമ്മത്തിൽ അകർമ്മത്തെ കാണുക. ഇതൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകളായി തീർന്നിരിക്കുന്നു. അകർമ്മത്തിൽ കർമ്മത്തെ കാണുക. എങ്ങനെ കാണണമെന്ന് ആരും ചോദിക്കില്ല. ചലനത്തിൽ എങ്ങനെ നിശ്ചലതയെ കാണും? ആർക്കും അറിയണ്ട. ആവർത്തിച്ച് പറയുന്നു. പ്രയോജനമുണ്ടോ? ഉണ്ടോ? ഇല്ല. 700 ശ്ലോകങ്ങളിൽ എവിടെയെങ്കിലും ഒരു ഫലിതം കാണാൻ കഴിയുമോ? ആർഷദർശനങ്ങളിൽ എവിടെയെങ്കിലും ഇന്ദ്രിയ പ്രലോഭനപരങ്ങളായ തമാശകൾ കാണാൻ കഴിയുമോ? നർമ്മോക്തികൾ കാണാൻ കഴിയുമോ? ഇല്ല. മഹത്തായ ഋഷിദർശനം ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ ബഹിർഗമിപ്പിക്കാതെ ആവൃത്തചക്ഷു ആ അന്തരാത്മാവിനെ കുറ്റുപാർത്തിരിക്കുമ്പോൾ അനുഭൂതമാക്കാൻ കഴിയും. സത്യമാണിത്. അതായത് ചലനങ്ങളിൽ നിശ്ചലതയെ കാണുക. ഇത് ചലിക്കുന്നുണ്ടോ? ഈ മൈക്രോഫോൺ നമുക്ക് തോന്നും നിശ്ചലമായിരിക്കുകയാണ്. പക്ഷെ ഇതിലെ ഓരോ ബിന്ദുവും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കണങ്ങളും ഓരോ ഇലക്ട്രോൺസും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിന്റെ ഉള്ളിലും പുറത്തും ഒരു നിശ്ചലതയില്ലേ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഈ വാക്കുകൾക്കുള്ളിൽ മൗനമുണ്ടോ? വാക്കുകൾക്ക് മുന്നേ മൗനമില്ലേ? ഉണ്ട്. വാക്കുകളിൽ മൗനമില്ലേ? ഉണ്ട്. വാക്കുകൾക്ക് ശേഷം മൗനമില്ലേ? ഉണ്ട്. മൗനം ശബ്ദത്തെ അപേക്ഷിച്ച് നിൽക്കുന്നതാണോ? അല്ല. ശബ്ദത്തെ അപേക്ഷിച്ച് നിൽക്കുന്നതല്ല മൗനം. ശബ്ദം ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്നതല്ല മൗനം.
ചിന്തയ്ക്ക് മുമ്പേ ഉള്ള ചിന്താരഹിതമായ സത്തയാണ് മൗനം. അതാണ് നമ്മുടെ സ്വരൂപം. അത് ചിന്തകളാൽ മറയ്ക്കപ്പെടുന്നില്ല. ചിന്തയ്ക്ക് മുന്നേയും ചിന്തകളിലും ചിന്തയ്ക്ക് ശേഷവും ആ മൗന സ്വരൂപം നിറഞ്ഞു വിളങ്ങുന്നുണ്ട്. അതാണ് യഥാർത്ഥ ദൈവം. ആ ദൈവം ഉള്ളിൽ മൗന സ്വരൂപമായി കുടികൊള്ളുന്നു. താൻ അത് തന്നെയാണ്. ആ സത്തയെ അറിയുന്നത് വാക്കുകൊണ്ടല്ല, അതിനെ ധ്യാനാത്മകമായി അറിയണം. ധ്യാനം മനസ്സിന്റെ പ്രക്രിയ അല്ല. മനസ്സുകൊണ്ട് എങ്ങനെ ചലനരഹിതമായിരിക്കുന്ന സർവവ്യാപകമായിരിക്കുന്ന ആത്മാവിനെ അറിയാൻ കഴിയും? വാക്കുകൊണ്ട് എങ്ങനെ ആത്മാവിനെ അറിയാൻ കഴിയും? കഴിയുമോ? ധ്യാനം അങ്ങനെ സാധ്യമാകുമോ? ചിന്ത ധ്യാനമാണോ? ചിന്ത ചിന്തയാണ്. ധ്യാനം മനസ്സിന്റെ നിർവിഷേതയാണ്. ചിന്ത എങ്ങനെ ഉദയമാകുന്നു, എവിടെ ഉദയമാകുന്നു, എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് അവബോധപൂർവം നോക്കിക്കാണാൻ കഴിയണം. ചിന്ത സത്യമല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കെ മനസ്സ് ഏതൊരു വസ്തുവിന്റെയും രൂപം ഉള്ളിൽ ഒപ്പിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. പുറമേയുള്ള ദൃശ്യങ്ങളുടെ പ്രതിച്ഛായ ഉള്ളിൽ വരുമ്പോൾ അതിന് നാം ചേർത്ത് വെൽക്കുന്ന പേരാണ് പ്രപഞ്ചം. അല്ലേ? അല്ലേ? ഇത് സത്യമാണോ? പ്രതിച്ഛായ ചേർത്തുകൊണ്ട് ബാഹ്യ ദൃശ്യങ്ങളെ അനുഭവിച്ചാൽ അത് ആത്യന്തികമായി സത്യമാകുമോ? മനസ്സിന്റെ സഹായത്തോടു കൂടി ലോകത്തെ അനുഭവിച്ചാൽ അത് സത്യമാകുമോ? പ്രതിച്ഛായകൾക്ക് നാം കൊടുക്കുന്ന പേരാണ്. അതുകൊണ്ടാണ് ജ്ഞാനപ്പാനയില് പൂന്താനം പാടിയത് കണ്ടതൊന്നുമേ സത്യമല്ലെന്നതും. ആര് കണ്ടറിഞ്ഞു? മുന്നേ കണ്ടങ്ങറിയുന്നതു ചിലർ. ഈ കാണുന്നതൊന്നും ഇതേപടി അല്ല. ആണോ? ഇന്നത്തെ ഭൗതിക ശാസ്ത്രം പോലും ഇത് എനർജിയാണ് എന്ന് ഐൻസ്റ്റീന്റെ കാലത്ത് തെളിയിച്ചു. അതുപോലും കാണുന്നില്ല. The whole world is energy. E is equal to mc². തെളിയിച്ചിട്ടില്ലേ? അങ്ങനെയെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടങ്ങളും ഊർജമാണെങ്കിൽ ഈ ശരീരം ഊർജമല്ലേ? ചിന്ത ഊർജമല്ലേ? സൗണ്ട് എനർജി ഊർജമല്ലേ? ഊർജത്തെ ഉൾക്കണ്ടുകൊണ്ട് പാർക്കാൻ കഴിയുമെങ്കിൽ ഊർജം ശക്തിയാണ്. ശക്തി ചലനമാണ്. ഈ ചലനത്തിന് മുന്നേയുള്ള നിശ്ചലതയെ ഉൾക്കണ്ണുകൊണ്ട് പാർത്തറിഞ്ഞവരാണ് നമ്മുടെ മഹത്തുക്കൾ. അവർ ദാർശനികരാണ്, ചിന്തകരല്ല. ചിന്ത കൊണ്ട് ഈ സത്യത്തെ, വാക്കുകൊണ്ട് ഈ സത്യത്തെ ഒരിക്കലും അറിയാൻ കഴിയില്ല. വാഗതീതനാണ് ദൈവം. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. എവിടെ മനസ്സും വാക്കും എത്താതെ പിന്തിരിയുന്നുവോ അവിടമാണ് ബ്രഹ്മം. അതുകൊണ്ട് ഋഷി പറഞ്ഞു അശബ്ദം ബ്രഹ്മ. ബ്രഹ്മ അശബ്ദമാണ്. ശബ്ദം കൊണ്ട് അറിയാൻ കഴിയില്ല. പക്ഷെ നമ്മളോ ശബ്ദത്തിൽ ജീവിക്കുന്നു, ശബ്ദത്തിൽ രമിക്കുന്നു. ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി നോക്കിയ സന്തോഷമല്ലേ? പുകഴ്ത്തിയാൽ സന്തോഷം, ഇകഴ്ത്തിയാൽ ദുഃഖം. അല്ലേ? ആണോ? എന്തുകൊണ്ട്? നാം കേവലം വാക്കുകൾക്ക് അടിമയായി പോയി. കേവലം വാക്കുകൾക്ക് അടിമയായി ജീവിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർ പറയുന്നതുകൾക്ക് അനുസരിച്ച് പ്രതികരിക്കുന്നു. ഉള്ളിൽ സുഖവും ദുഃഖവും സന്തോഷവും സന്താപവും ഉണ്ടാകുന്നു. വാക്കുകൾക്ക് അടിമയായി ജീവിക്കുന്ന ഒരാന്തരിക സ്ഥിതി നോക്കൂ. പ്രയോജനമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഞാനും എന്റേതും എന്ന ചിന്ത സത്യമാണെന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ അതങ്ങ് ഉപേക്ഷിച്ചേക്കുക. അതെങ്ങനെയാണ്? സ്വാമിനിയെ പോലുള്ളവർക്ക്, മാതാജിയെ പോലുള്ളവർക്ക് ഞാനും എന്റേതും ഒന്നും കാണില്ലായിരിക്കും. ഞങ്ങളൊക്കെ ഗൃഹത്തിൽ ജീവിക്കുന്നവരാണ്. ഭാര്യയുണ്ട്, അടുത്തിരിപ്പുണ്ട്, ഇനി പ്രശ്നമാകും. ഭർത്താവുണ്ട്, പ്രശ്നമാകും. ഞാനും എന്റേത് അസത്യമാണെന്നൊന്നും പറഞ്ഞു കളയല്ലേ എന്നാർക്കെങ്കിലും? ആർക്കെങ്കിലും? നിങ്ങളുടെ സ്വന്തമാണോ? സത്യമാണോ? എന്റേത് സത്യമാണോ? ആണോ? നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പ്രാണൻ നിങ്ങളുടെ സ്വന്തമാണോ? ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രാണൻ നിങ്ങളുടെ സ്വന്തമാണോ? ഇഷ്ടപ്രകാരമാണോ എടുത്തുകൊണ്ടിരിക്കുന്നത്? അല്ലേ? നിങ്ങളുടെ മൂക്കിൽ കൂടി നിങ്ങൾ ശ്വസിക്കുന്നത് എന്റെ ഇഷ്ടപ്രകാരമാണ്. നിങ്ങളുടെ മൂക്കിൽ കൂടി നിങ്ങൾ ശ്വസിക്കുന്നത് എന്റെ ഇഷ്ടപ്രകാരമാണ്. പിന്നെ ആരുടെ ഇഷ്ടപ്രകാരം? നിങ്ങളുടെ ഇഷ്ടപ്രകാരം ആണോ? നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് എങ്കിൽ ഇഷ്ടമുള്ളപ്പോൾ നിർത്താൻ കഴിയണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നിർത്താൻ കഴിയണം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളപ്പോൾ
മരിക്കാൻ കഴിയണം. കഴിയുമോ? ഈ പ്രാണൻ നമ്മളുടെ പരിധിയിലല്ല എങ്കിൽ, നമ്മളുടെ ഇഷ്ടപ്രകാരം നിർത്താൻ കഴിയില്ല എങ്കിൽ, ഈ പ്രാണൻ നമ്മുടെ സ്വന്തമാണോ? ആണോ? അല്ല. പ്രാണൻ സ്വന്തമല്ല എങ്കിൽ ഈ ശരീരം സ്വന്തമാണോ? മരണശേഷം ഈ ശരീരം കൂടെ കൊണ്ടുപോകുമോ? കൊണ്ടുപോകുമോ? സ്വന്തമാണോ? ഈ ശരീരം സ്വന്തമല്ല എങ്കിൽ, ഈ പ്രാണൻ സ്വന്തമല്ല എങ്കിൽ, അടുത്തിരിക്കുന്ന ആരാണ് സ്വന്തം? എന്താണ് സ്വന്തം? സ്വന്തമായിട്ടുള്ളത് എന്താണ്? ഒന്ന് ഉറക്കെ പറയാമോ? എന്തെങ്കിലും സ്വന്തമായിട്ടുള്ളത്? ബാങ്ക് ബാലൻസ്, ഇത്രയധികം വസ്തുവകകൾ, ബന്ധുക്കൾ, സ്വന്തക്കാർ, എന്തെങ്കിലും സ്വന്തമായിട്ടുണ്ടോ? ഉണ്ടോ? സ്വന്തമെന്ന് ധരിച്ചിരുന്നത് സത്യമായിരുന്നുവോ? ഇതൊക്കെ പിന്നെ ആരുടേതാണ്? ആരുടേതാണ്? എല്ലാവരും എളുപ്പത്തിൽ പറയും ഈശ്വരന്റേത്, അല്ലെ? ഈ ഈശ്വരന്റേത് എന്ന് പറയാൻ ഈശ്വരൻ ഇല്ലാത്ത കൂടെ ഒരിടത്ത് വേണ്ടേ ഈശ്വരന്റേത് വരാൻ? അല്ലേ? അല്ലേ? അത് ഈശ്വരൻ തന്നെയാണ്. എന്റേത് എന്ന് പറയാൻ ഒന്നുമില്ല. പിന്നെയോ ഈശ്വരൻ തന്നെ ആണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഇത് അവബോധം ഉണ്ടാകണമെങ്കിൽ, അനുഭൂതമാകണമെങ്കിൽ എന്ത് വേണം? മനസ്സ് സത്യമല്ല, ചിന്ത സത്യമല്ല എന്നറിഞ്ഞുകൊണ്ട് ചിന്തയില്ലാതെ ഒന്നിനെ അനുഭൂതമാക്കിയാൽ മതി. അത് സാധിക്കുമോ? സാധിക്കും. പ്രയത്നിച്ചിട്ടുണ്ടോ? അനുഭവസ്ഥരായ ഗുരുക്കന്മാരെ സമീപിച്ച് ഈ ദർശനത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ച് ഈ ജന്മത്തില് ഈ ശരീരം കൊഴിഞ്ഞു വീഴും മുന്നേ താൻ ഈ ശരീരം അല്ല, എന്റെ പ്രാണൻ പോലും ഞാൻ അല്ല. കാരണം ഈ പ്രാണൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ഈ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും കടക്കണമെങ്കിൽ, എന്റെ ഉള്ളിൽ പ്രാണൻ ഇങ്ങനെ അകത്തേക്കും പുറത്തേക്കും ചലിക്കണമെങ്കിൽ വിശ്വം മുഴുവൻ ഒരു പ്രാണശക്തി നിലനിൽക്കണ്ടേ? നിലനിൽക്കണ്ടേ? അല്ലെങ്കിൽ അവിടെ ഒരു നദി ഉണ്ടാകണ്ടേ? ആ നദിക്കടുത്തൊരു വൃക്ഷം ഉണ്ടാകണ്ടേ? ആ വൃക്ഷത്തെ നിലനിർത്താൻ ഒരു ഭൂമി ഉണ്ടാകണ്ടേ? ആ ഭൂമിയെയും വൃക്ഷത്തെയും അതേപടി നിലനിർത്താൻ ഒരു സൂര്യൻ ഉണ്ടാകണ്ടേ? വേണ്ടേ? ഇവയെ ഒക്കെ അതാക്കി നിലനിർത്താൻ ഒരു വിശ്വപ്രാണ ശക്തി വേണ്ടേ? ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോസ്മിക് എനർജി. ആ വിശ്വപ്രാണശക്തി അല്ലെങ്കിൽ കോസ്മിക് എനർജി ഇല്ല എങ്കിൽ ഇവിടെ നിന്ന് സംസാരിക്കാൻ കഴിയുമോ? കഴിയുമോ? നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമോ? നിങ്ങളാണോ കേൾക്കുന്നത്? നിങ്ങളാണോ കേൾക്കുന്നത്? അല്ല. നിങ്ങൾ കേൾക്കുന്നതിന് കാരണമായി നിങ്ങളുടെ ഉള്ളിൽ കേൾക്കുന്ന ശബ്ദത്തിന് മുന്നേ ശബ്ദമല്ലാതെ, ശബ്ദമില്ലാതെ ഒന്നുണ്ട്. ത്വം ഹി ബ്രഹ്മ എന്നുള്ളത് അവിടെയാണ് അനുഭവവേദ്യമാകുന്നത്. അശബ്ദം ബ്രഹ്മ എന്നുള്ളത് അവിടെയാണ് അനുഭവവേദ്യമാകുന്നത്. എന്നാൽ ഇത് തിരിച്ചറിയാതെ അനേകായിരം ചിന്തകളും മലിന വികാരങ്ങളും കൊണ്ട് നാം ഓരോ ദിവസവും കടന്നു പോകുന്നു. ഞാനാണ് ചെയ്യുന്നത്, എന്റെ വൈഭവമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുമോ? സ്വതന്ത്രമായ ശക്തിവിശേഷമുണ്ടോ? എന്റെ ശക്തി എന്ന് അഭിമാനിക്കാൻ, എന്റേതെന്ന് അഭിമാനിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെയാണ് സമർപ്പണം. അല്ലാതെ വെറുതെ സമർപ്പണം പറഞ്ഞിട്ട് കഥയില്ല. അഹന്താരാഹിത്യം പറഞ്ഞിട്ട് കഥയില്ല. അഹന്തയ്ക്ക് നിലനിൽപ്പില്ല. ആ ബോധസത്തയില്ല എങ്കിൽ അതിന് നിലനിൽപ്പില്ല. നമ്മളുടെ ഉള്ളിൽ 24 മണിക്കൂറുള്ളതിൽ എത്ര നേരം വ്യവഹരിക്കുന്നു? ആ സമയത്തൊക്കെ മറ്റുള്ളവർ പാടില്ലാത്തത് നമ്മുടെ ഉള്ളിലേക്ക് വാരി വിതറിക്കൊണ്ടിരിക്കുന്നു. അല്ലേ? അല്ലേ? നാം പലപ്പോഴും ഇവിടെ വന്നിരിക്കുന്നവരൊന്നും അങ്ങനെ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് വാരി വിതറില്ല. എന്തുകൊണ്ട്? ഇവിടെ വന്നിരിക്കുന്നവരൊക്കെ മറ്റുള്ളവരോട് ദുഷിച്ച കാര്യങ്ങൾ പറയുമോ? ഇല്ല. നിങ്ങളൊക്കെ ധന്യാത്മാക്കളാണ്. ആത്മീയ ധാർമ്മികതയിൽ, ആത്മീയ അവബോധത്തിന് തൽപരരായിട്ടുള്ള ധന്യാത്മാക്കളായതിനാൽ നിങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. പക്ഷെ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുക പതിവുണ്ട്. നമ്മളുടെ വീട്ടുമുറ്റത്തേക്ക് ആരെങ്കിലും കുറെ ചപ്പ് ചവർ വാരിയിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ദേഷ്യത്തോട് ഒന്നുകിൽ അത് തിരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് വാരിയിടും, അല്ലെങ്കിൽ അത് വാരി പുറത്തു കളയും. അല്ലെ? നമ്മളുടെ ഉള്ളിലേക്ക് ആരെങ്കിലും ചപ്പ് ചവർ വാരിയിട്ടാൽ ആരെങ്കിലും അറിയാറുണ്ടോ? എന്തുകൊണ്ട്? നമ്മളുടെ ഉള്ളിലേക്ക് പാടില്ലാത്ത വികാരങ്ങളും വിചാരങ്ങളും മറ്റുള്ളവർ കുത്തിനിറയ്ക്കുമ്പോൾ നാം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? നമ്മളുടെ വിചാരം ഈ ചിന്തകളെ ഒഴിവാക്കാൻ പാടാണ്, മലിന വികാരങ്ങളെ ഒഴിവാക്കാൻ പാടാണ്. ഇതൊക്കെ അങ്ങ് വന്നു പോവുകയാണ്. എങ്ങനെയാണ് അതിനെ ഒന്ന് തടച്ചു നിർത്തുക? അല്ലെ? പലരും പറയും അതൊക്കെ അങ്ങ് വന്നു പോവുകയല്ലേ, ദേഷിക്കണ്ടെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതങ്ങ് വന്നു പോവുകയാണ്. പാടില്ലാത്ത ചിന്തകളൊക്കെ ഞാൻ അറിയാതങ്ങ് വരികയാ.
അതിനെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? ഒരു കഥ ഓർമ്മ വരികയാണ്. മഹാസിദ്ധനായ ഒരു ഗുരു ഉണ്ടായിരുന്നു. ആ ഗുരു തന്റെ ശിഷ്യഗണങ്ങൾക്ക് ഉപദേശം എപ്പോഴും നൽകിയിരുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടായിരുന്നു. എല്ലാം കാട്ടിക്കൊടുത്തായിരുന്നു അദ്ദേഹം ഉപദേശം നൽകിയിരുന്നത്. ഒരു ദിവസം ഈ ഗുരുവും ശിഷ്യഗണങ്ങളും കൂടി മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. അങ്ങനെ പോകുന്നതിന് ഇടയിൽ വഴിക്ക് വെച്ച് ഒരു കൃഷിക്കാരൻ ഒരു പശുവിനെയും പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. ഉടൻ തന്നെ ഈ സിദ്ധൻ ഈ ഗുരു ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, ആ പശുവിനെയും കൃഷിക്കാരനെയും ഉടൻ ചെന്ന് വളയൂ, ഞാൻ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ പോവുകയാണ്. ശിഷ്യഗണങ്ങൾക്കൊക്കെ വളരെ താല്പര്യമായി. കാരണം ഇദ്ദേഹം നല്ല പാഠങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു തരാറുണ്ട്. കേട്ട മാത്രയിൽ തന്നെ ശിഷ്യഗണങ്ങൾ ഈ പശുവിനെയും കൃഷിക്കാരനെയും വളഞ്ഞു. ഉടൻ തന്നെ ഗുരു ശിഷ്യരോടായി ചോദിച്ചു, ആരാണ് ഉടമ, ആരാണ് അടിമ? അപ്പോൾ പറഞ്ഞു, ഇത് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആരാണ് ഉടമ? നിങ്ങൾ പറയൂ. ആരാണ്? കൃഷിക്കാരൻ അല്ലേ? പശു അടിമയാണ്, ഏവർക്കും അറിയാവുന്ന കാര്യം. ശിഷ്യർ പരസ്പരം നോക്കി, എന്താണ് ഇദ്ദേഹത്തിന്റെ ബുദ്ധി ശരി തന്നെയോ, പ്രജ്ഞ സ്ഥിതം തന്നെയോ, എന്തിങ്ങനെ ചോദിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പരസ്പരം നോക്കിയെങ്കിലും പറഞ്ഞു, അതിനെന്തിനു ചോദിക്കണം? കൃഷിക്കാരൻ തന്നെയാണ് ഉടമ, അടിമ പശുവും. ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ കീശയിൽ കൈയിട്ട് ഒരു കത്രിക എടുത്തു, അതിന്റെ കയറ് മുറിച്ചു. പശു പ്രാണനും കൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. ഈ കൃഷിക്കാരൻ അതിന്റെ പുറകെ ഓടടാ ഓട്ടം. അപ്പോൾ ഗുരു ചോദിച്ചു, ഇപ്പോൾ ആരാണ് ഉടമ, ആരാണ് അടിമ? നിങ്ങൾ പറയൂ. ആരാണ്? ആരാണ്? പശു ഉടമയായി കഴിഞ്ഞു, ഇദ്ദേഹം അടിമയായി കഴിഞ്ഞു. അതിന്റെ പിന്നാലെ ഇദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയുമില്ല. ഇപ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ നമ്മെ വിട്ടുപോകുന്നില്ല എന്നാണ് നാം പറയുന്നത്. പാടില്ലാത്ത ചിന്തകളും മലിന ചിന്തകളും നമ്മെ വിട്ടുപോകുന്നില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പശുവിന് ഉടമയിൽ വല്ല താല്പര്യവുമുണ്ടോ? ഈ പശുവിന് കൃഷിക്കാരനിൽ വല്ല താല്പര്യവുമുണ്ടോ? ഇല്ല, അത് രക്ഷപ്പെടുകയാണ്. ഇതുപോലെ ഈ മലിന ചിന്തകൾക്ക്, പാടില്ലാത്ത ചിന്തകൾക്ക് നമ്മളോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. അതിന്റെ പിറകെ പായുന്നത് ആരാണ്? ആരാണ്? അപ്പൊ നിങ്ങളുടെ കുഴപ്പമല്ലല്ലോ. ആരാണ് ഇതിന്റെ പിന്നാലെ പരക്കം പായുന്നത്? എപ്പോഴെങ്കിലും പാടില്ലാത്ത ചിന്തകൾ വന്നാൽ ഒന്ന് ഈ കൃഷിക്കാരനെയും പശുവിനെയും ഓർത്തുകൊള്ളണം. ആരാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത്? നമ്മൾ തന്നെയാണ്. പാടില്ലാത്ത വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും അടിപ്പെട്ടു കൊടുക്കുന്നത് നമ്മളാണ്. നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ഉള്ളിൽ ഒരു വാക്ക് ഉദയം ചെയ്യാവൂ. സംസാരിക്കണമെങ്കിൽ മാത്രം മനസ്സിനെ ഉപയോഗിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾക്ക് ഉയരാൻ കഴിയും. മനസ്സല്ലെങ്കിൽ വെറുതെ ഇരിക്കും. വെറുതെ ഇരിക്കുമ്പോൾ ആരെങ്കിലും കാലിട്ടാട്ടിക്കൊണ്ടിരിക്കുമോ? നടക്കാനല്ലേ കാലിട്ടാട്ടുകയുള്ളൂ, അല്ലേ? അതുപോലും ആവശ്യമില്ലാത്ത സമയത്ത് മനസ്സിനെ ഉപയോഗിക്കാതിരിക്കുന്ന തരത്തിലേക്ക് നാം എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഈ ഓരോന്നിനെയും എടുത്തൊന്ന് ചിന്തിച്ചു നോക്കണം. അസൂയ, മത്സരം പ്രയോജനം ചെയ്യുമോ, അസ്വസ്ഥത നൽകുമോ? അന്യർക്ക് എന്ത് പ്രയോജനം, തനിക്ക് എന്ത് പ്രയോജനം? ഇങ്ങനെ നിരന്തരം അവബോധപൂർവം പഠിക്കുന്ന പക്ഷം ഒരാൾ ഇതിൽ നിന്നൊക്കെ മുക്തനായി തീരും. ഇത് മനസ്സിലാക്കാതെ എത്ര കാലം ആത്മീയത പറഞ്ഞാലും സ്വജീവിതത്തിൽ പകർത്താതെ യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ ജീവിക്കുന്ന രീതിയിൽ തന്നെ ജീവിക്കുന്നതിന് വേണ്ടി ഇത്തരം ഹിന്ദുമത കൺവെൻഷൻ നടക്കുന്ന വേദികളിൽ പോയിരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഇപ്പോൾ ജീവിക്കുന്ന തരത്തിൽ തന്നെ ജീവിക്കുകയും മഹത്തായ ലക്ഷ്യം ആഗ്രഹിക്കുകയും ചെയ്താൽ അത് ലഭ്യമാകുമോ? ഇല്ല. ജീവിതം പരിവർത്തിതമാക്കണം. ഇന്നത് കേട്ട് കഴിഞ്ഞാൽ ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന് ദുഃഖിക്കില്ല, മലിന ചിന്തകൾക്ക് പിന്നാലെ പായില്ല. 24 മണിക്കൂർ ഉള്ളതിൽ പ്രയോജനരഹിതമായ കാര്യങ്ങൾ ചിന്തിച്ചും പറഞ്ഞുമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഏകാന്തത്തിലിരുന്ന് ചിന്തിച്ച് സ്വയം തന്നെ പഠിപ്പിച്ച് തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പ്രയത്നിക്കാതെ നമുക്ക് കാര്യമായ പ്രയോജനമില്ല. ഇതാണ് ഹൃദയ ദൗർബല്യം എന്ന് പറയുന്നത്. ഇന്ന് സ്ത്രീകളും കുട്ടികളും അരക്ഷിതരായി ഈ ഭാരതത്തിൽ വരുന്നതിന്റെ കാരണം, ഭാരതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു ഭവിച്ചതിന്റെ കാരണം നമ്മുടെ സംസ്കാരം അധപ്പതിച്ചതാണ്. കല,
സാഹിത്യം, സംഗീതം, സംസ്കാരം തുടങ്ങി സകല മേഖലകളും അധപ്പതിച്ചു അല്ലേ? മാനുഷിക മൂല്യ ശോഷണം സംഭവിച്ചതിന് ശേഷമാണ് രൂപയുടെ മൂല്യശോഷണം സംഭവിച്ചത്. ജനങ്ങൾ സംസാരിക്കുന്നതിനെ കുറിച്ചാണ് രൂപയുടെ മൂല്യശോഷണത്തെ പറ്റി. മാനുഷിക മൂല്യശോഷണത്തെ പറ്റി ആർക്കും ഒരു അവബോധവുമില്ല. അതിനെക്കുറിച്ച് കേവലം പ്രസംഗവേദികളിൽ ഉപയോഗിക്കുന്ന ഒരു സാധാരണ പദപ്രയോഗം പോലെയായി തീർന്നിരിക്കുകയാണ്. ഹൃദയ ദൗർബല്യങ്ങളെ ഒഴിവാക്കുന്നതിന്, പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ നേരിടുന്നതിന് ശക്തിയും ധൈര്യവും സമ്പാദിക്കേണ്ടതായിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒരു രാജ്യത്ത് സുരക്ഷിതരല്ല എങ്കിൽ ആ രാജ്യം അധോഗതിയിലേക്കാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ പുരുഷ ഭേദം എന്തുകൊണ്ട് നിലനിൽക്കുന്നു? ആത്മാവബോധമില്ലാത്തത് കൊണ്ട്. ആത്മാവബോധമുണ്ടെങ്കിൽ ഈ ഭേദം നിലനിൽക്കില്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി അടിച്ചമർത്തപ്പെട്ട വികാരത്താലും സാമൂഹിക സമ്മർദ്ദത്താലും ശീലിക്കപ്പെട്ട ഒരു മനസ്സ്, യന്ത്രവത്കരിക്കപ്പെട്ട മനസ്സ് സ്ത്രീകൾക്കുണ്ടായി പോയിരിക്കുന്നു. സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം. യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു സമുദ്രത്തില് അനേകം തിരകൾ ഉണ്ടാകുന്നു, വ്യത്യസ്ത തരത്തിലുള്ള രൂപത്തില്, ഭാവത്തില്. അങ്ങനെ തിരകൾ വിഭിന്നങ്ങളായി തോന്നുമ്പോഴും സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് നോക്കുമ്പോൾ നിശ്ചലമായ ഒരു സത്ത സമുദ്രം മാത്രമാണ് അല്ലെ? അതുപോലെ സ്ത്രീകള്, പുരുഷന്മാര്, വൃദ്ധര്, ശിശുക്കള്, കുട്ടികള് എന്നൊക്കെ വ്യത്യസ്തങ്ങളായ ഭാവങ്ങൾ ഉപരിതലത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുമ്പോഴും ഓരോ ആകൃതിയുടെയും രൂപത്തിന്റെയും അന്തസത്തയിലെ കൂളിയിട്ട് ചെല്ലാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ രൂപത്തിനുള്ളിൽ അരൂപമായ ഒരു സത്ത ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉപരിതലത്തിൽ ഭിന്നതകൾ തോന്നുമ്പോഴും അന്തസത്തയിൽ നാം എല്ലാം ഏകമാണ്. ഈ അന്തസത്തയെ തിരിച്ചറിയാത്തത് കൊണ്ടാണ് സ്ത്രീ പുരുഷ സമത്വത്തെ പറ്റിയും അസമത്വത്തെ പറ്റിയും ഒക്കെ നമുക്ക് വളരെയധികം സംസാരിക്കേണ്ടതായി വരുന്നത്. യഥാർത്ഥത്തില് മാനവ സമൂഹത്തിന്റെ ബലത്തെ സൃഷ്ടിക്കേണ്ടത്, ഐക്യത്തെ സൃഷ്ടിക്കേണ്ടത് സുസ്ഥിരമായ ഒരു ആന്തരിക അവസ്ഥയിൽ നിന്നാണ്. ഏതൊരു ആശയവും നമുക്ക് സ്വന്തമാക്കാം. നമ്മളുടെ ആന്തരിക ശക്തിയെ പ്രബലമാക്കുന്നതാണ് എങ്കിൽ അതിനെ നമ്മൾക്ക് സ്വീകരിക്കാം. എന്നാൽ നമ്മളുടെ ആന്തരിക ദൗർബല്യത്തിനാണ് ആ ആശയം പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ അതിനെ തിരസ്കരിക്കേണ്ടതായിട്ടുണ്ട്. ഏതൊരാശയവും നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമുക്കത് ആന്തരിക ശക്തി പ്രദാനം ചെയ്യുന്നുവോ ഇല്ലയോ എന്ന് നാം വളരെ സസൂക്ഷ്മം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തില് പ്രബുദ്ധമായ, ജീവവത്തായ, ഊർജ്ജസ്വലമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് സ്ത്രീകൾക്ക് വളരെ അധികം സഹായിക്കാനാകും. ഇത് സ്ത്രീകൾ തിരിച്ചറിയുന്നില്ല. തന്റെ ഉള്ളിലുള്ള ആന്തരിക ശക്തി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പുറമേ പ്രകടമാകുന്ന രൂപമല്ല ഒരാളുടെ ബുദ്ധിവൈഭവമോ ശക്തിയോ കഴിവോ ഒന്നും നിശ്ചയിക്കുന്നത്. പിന്നെയോ ആന്തരിക അവബോധമാണ്. അതുകൊണ്ട് നമ്മളുടെ ഉള്ള് ആത്മാവാണ് എന്ന് തിരിച്ചറിയണം. കേവലം ഒരു ഉപരിതലത്തിൽ കാണുന്ന സ്ത്രീയോ പുരുഷനോ അല്ല നാം ഒന്നും. അപ്പോൾ ഞാനിവിടെ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉപരിതലത്തിൽ ഒരു വനിത എന്ന് തോന്നാം, നിങ്ങൾക്ക് ഉപരിതലത്തിൽ നിങ്ങൾ ഒരു പുരുഷൻ എന്ന് തോന്നാം. പക്ഷെ ഈ ഭേദങ്ങൾ ഉപരിതലത്തിലേ ഉള്ളൂ, അന്തസത്തയിലില്ല. മനസ്സിന്റെ തലത്തിൽ നാം ചേർത്ത് വെക്കുന്ന വികാരങ്ങളാണ്. അതുകൊണ്ട് ഈ വിചാരങ്ങൾക്ക് അതീതമായി നാം ഉയരേണ്ടതായിട്ടുണ്ട്. കലാരംഗങ്ങൾ അധപ്പതിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഒരു സിനിമയുടെ പേര് നീ കോ ഞാച്ച. അതിന്റെ പൂർണ്ണരൂപം നിന്നെ കൊല്ലും ഞാനും ചാവും എന്നാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. ഇത് ഇന്ന് യുവാക്കളുടെ ഹൃദയത്തിലെ അന്ധകാരത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ആയുധമായി കലയെ മാറ്റുകയല്ലേ? ഇത്തരത്തിൽ നമ്മുടെ കലയും സംസ്കാരവും അധപ്പതിച്ചാൽ എവിടെയായിരിക്കും ഈ രാജ്യത്തിന്റെ പോക്ക്? വിദ്യാഭ്യാസം നോക്കൂ, വ്യവസായശാലകളായി ലാഭം കൊയ്യുന്ന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ഗവൺമെന്റ് വിചാരിച്ചാല് പ്രതിഫലം പറ്റാതെയുള്ള, പ്രതിഫലം കൂടാതെയുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സാധിക്കും? ഏത് ഗവൺമെന്റ് വിചാരിച്ചാൽ സാധ്യമാകും? ഏത് രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ സാധ്യമാകും?
ഉന്നത ബിരുദധാരികളൊക്കെ സർവകലാശാലകളിൽ നിന്നും പുറത്തു വരുമ്പോൾ മുന്തിയ തരം ക്രിമിനലുകളായി തീരുകയാണ്. ഇതാണോ നമ്മളുടെ സർവകലാശാല പകർന്നു നൽകുന്ന വിദ്യാഭ്യാസം? ഈ വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മജ്ഞാനം നൽകിയില്ല എങ്കിൽ രാജ്യം അധപ്പതിക്കും. സകല അറിവുകൾക്കും കാരണമായി, സകല അനുഭവങ്ങൾക്കും കാരണമായി അനുഭവരഹിതമായ ഒരു ബോധം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ആതുര സേവന രംഗം അങ്ങനെയല്ലേ? ആതുര സേവന രംഗം ഇന്ന് രോഗാതുരമായി കൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങളൊക്കെ അതുവരെ അവർക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോ മധ്യവയസ്കരും യുവാക്കളും ഒക്കെ ഭാരതത്തിൽ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു. എന്തേ, ജപ്പാനിലും മറ്റും ജംഗിയാടിൽ ഉപയോഗശൂന്യമായ വാഹനങ്ങൾ കൊണ്ടുതട്ടുന്നത് പോലെ കൊണ്ടുതട്ടാനുള്ള ഏതോ ഒരു ജഡവസ്തുവാണോ മാതാപിതാക്കൾ? നമ്മളുടെ ആചാര്യന്മാർ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ എന്ന് ഉപദേശിച്ച മഹത്തായ മന്ത്രത്തെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മളുടെ നെഞ്ചിലേറ്റാൻ നമുക്ക് കഴിയാതെ വരുന്നത് എന്തുകൊണ്ട്? ആത്മാവ് സർവവ്യാപിയാണ് എന്നുള്ള തത്വം തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമാണ്. ആത്മാവ് എന്നുള്ള പദം തന്നെ അനുഭവവേദ്യമാക്കാതെ പറയുന്നു എന്ന് മുൻപേ സൂചിപ്പിക്കുകയുണ്ടായി. ആത്മാവ് മൗനമാണ്. ആ ആത്മാവിനെ കുറിച്ച് ഉപനിഷത്തുകൾ പറയുന്നത് ജലാശയത്തിൽ പ്രതിഫലിക്കുന്ന ഫലം ഭക്ഷിച്ചു ആസ്വദിച്ചു എന്ന് വിചാരിക്കുന്നത് പോലെയാണ് കേവലം വ്യാഖ്യാനം നടത്തിയിട്ട് ആത്മാവിനെ അനുഭവിച്ചു എന്ന് പറയുന്നത്. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് അതിനതീതമായ തലത്തിലേക്ക് നാം എത്തേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മളുടെ ഹൃദയം വിശാലമാകേണ്ടതായിട്ടുണ്ട്. To brighten your life, you must broaden your heart. സങ്കുചിതമായ വീക്ഷണത്താൽ ഒരിക്കലും തൃപ്തി ഉണ്ടാകുകയില്ല, ഞാനും എന്റേതും. So to brighten your life, you must broaden your heart. അതുകൊണ്ട് ടാഗോറിനെ പോലെയുള്ള മഹത്തുക്കൾ പാടിയ ആ വരികൾ ഒന്ന് നിങ്ങളുടെ മുന്നിൽ ആവർത്തിച്ചുകൊണ്ട് സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തൽക്കാലം വാക്കുകൾ നിർത്താം. Where the mind is without fear, where the head is held high, where the world has not been broken up into narrow fragments by domestic walls, where the knowledge is free, into that heaven of freedom, oh my father, let my country awake. Where the mind is without fear, എവിടെ മനസ്സ് നിർഭയമാകുന്നുവോ, where the head is held high, എവിടെ ശിരസ് സമുന്നതമാകുന്നുവോ, where the knowledge is free, എവിടെ അറിവ് സ്വതന്ത്രമാകുന്നുവോ. സ്വതന്ത്രം എന്നതിന്റെ അർത്ഥം നോട്ട് റിലേറ്റീവ് നോളജ്, ഒന്നിനെ അപേക്ഷിച്ച് നിൽക്കുന്ന അറിവല്ല അത്. പിന്നെ അറിവ് പൂർണ്ണമാണ്. ഇതുവരെയുള്ള നിങ്ങളുടെ അറിവ് പൂർണ്ണമാണോ? ഏതിനെയെങ്കിലും കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടോ? ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് പൂർണ്ണമായ അറിവ്? അപ്പോൾ അപൂർണമായ അറിവ് സത്യമാണോ? ഇതുവരെ സത്യത്തെ അറിഞ്ഞിട്ടില്ലേ? ഇനിയും ഇങ്ങനെ ജീവിതം തുടരണമോ? സത്യം നിങ്ങളുടെ സ്വരൂപമാണ്. നിങ്ങൾ സ്വച്ഛതയാണ്, തൃപ്തിയാണ്, ആനന്ദമാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്നത്തെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ എത്തിച്ചേർന്നിരിക്കുന്ന ധന്യരായ നിങ്ങളോട് ഹൃദയംഗമമായ ഋഷീശ്വരന്മാരുടെ പാതാരവിന്ദങ്ങളെ പ്രണമിച്ചുകൊണ്ട് ഒരു അപേക്ഷ നൽകുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ശ്രമിക്കുക. ഉപനിഷത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിയണം. നിങ്ങൾക്ക് അപ്രാപ്യമല്ല മഹത്തായ ദർശനം. നിങ്ങൾ കേവലം മനസ്സുകൾ കഠിനയായി ജീവിക്കരുത്. നിങ്ങളുടെ ആശയം നിങ്ങളല്ല, ചിന്ത നിങ്ങളല്ല, ചിന്തയ്ക്ക് അങ്ങേപ്പുറമുള്ള ചിന്താരഹിതമായ സത്തയാണ് നിങ്ങൾ. അതുകൊണ്ട് ആ സത്തയിലെ കൂളിയിട്ടിറങ്ങുന്നതിന് സ്വാത്മകൃപ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാജ്യ പുരോഗതിക്കുതകും വിധം നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ സ്വയം സജ്ജരാക്കുന്നതിന് നിങ്ങളുടെ അഹന്തയെയും മനസ്സിനെയും ബുദ്ധിയെയും ഋഷീശ്വരന്മാരുടെ പാതാരവിന്ദങ്ങളിലേക്ക് സർവസമർപ്പണ ബുദ്ധിയാ അർപ്പിച്ചുകൊണ്ട് സ്വാത്മകൃപയ്ക്കായി പ്രാർത്ഥിക്കണം. ആ സ്വാത്മകൃപയാൽ പ്രശാന്ത ഗംഭീരമായ സ്വച്ഛ സുന്ദരമായ
ശാന്തമായ ഒരു അന്തരംഗത്തോടുകൂടി തൃപ്തരായി, അത്യാഗ്രഹമില്ലാതെ, രാഗദ്വേഷാദി ഭാവങ്ങളില്ലാതെ, നിർഭയരായി, സ്വതന്ത്രരായി നിങ്ങൾക്കേവർക്കും ജീവിക്കാൻ കഴിയട്ടെ. ഈ മാനവ ജന്മത്തിന്റെ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് എന്നുള്ളത് മറക്കാതിരിക്കുക. നിങ്ങൾക്കത് സാധ്യമാകും. എന്റെ ഗുരുനാഥന്റെ കരുണയാൽ, കൃപയാൽ ആ തൃച്ചേവടികളെ പ്രണമിച്ചുകൊണ്ട് സത്യസന്ധമായി നിങ്ങളോട് പറയുന്നു, ആ സത്യാനുഭൂതിക്ക് വേണ്ടി നിങ്ങളുടെ ശ്രേഷ്ഠമായ ഈ മാനവ ജന്മത്തെ വിനിയോഗിക്കുക. അത് ഈ ലോകഹിതത്തിന് ഉപയുക്തമാകും വണ്ണം വിനിയോഗിക്കാൻ നിങ്ങൾക്കേവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്കേവർക്കും സ്വസ്ഥതയും ശാന്തിയും തൃപ്തിയും അനവരതം സ്വാത്മകൃപയാൽ, അന്തരാത്മാവിന്റെ കൃപയാൽ ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത്രയും നേരം നിങ്ങളോട് സംവദിക്കുവാൻ എനിക്ക് ശക്തി പകർന്നു തന്ന എന്റെ ഗുരു അരൂപരൂപ സ്വരൂപനായ ശാന്താനന്ദഗിരി സ്വാമിജികളുടെ തൃച്ചേവടികളിൽ അനന്തകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ടും, ഇതിന്റെ സംഘാടകർക്ക് ഏവർക്കും ഋഷീശ്വരന്മാരുടെ കാരുണ്യവും വീര്യവും ബലവും ഓജസ്സും ഒക്കെ ഇത്തരത്തിലുള്ള മഹത്തായ ഹിന്ദുമത കൺവെൻഷനുകൾ നടത്താൻ ശക്തി നൽകട്ടെ, കരുണയേകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് അവസരമൊരുക്കി തന്ന അവർക്കും അകൈതവുമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഏവർക്കും സ്വസ്ഥത ഹൃദയത്തിൽ തട്ടപ്പം നിറയുന്നതിന് ആ ഋഷീശ്വരന്മാരുടെ കാരുണ്യം ഉണ്ട് എന്നൊന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സമയപരിമിതി മൂലം തത്കാലം വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹത്തിൽ പത്തനംതിട്ട ബ്രഹ്മകുമാരി ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ഉഷാ ബഹൻ അവരുടെ പ്രഭാഷണത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മാന്യ സദസ്സിന് വന്ദനം. എന്റെ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, ഇന്നത്തെ പ്രാധാന്യം വനിതാ സമ്മേളനമാണ്. നമുക്കറിയാം, ഭാരത മാതാ കി ജയ് എന്നാണ് പറയുന്നത്. ഭാരതത്തിലെ അമ്മമാർക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വന്ദേ മാതരം എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം എന്താണ്? ഈ ലോകം ഒരു നല്ലൊരു ലോകമായി കാണണം. എൻ്റെ കുടുംബം, എൻ്റെ അയൽവാസികളെ, എൻ്റെ നാട്, എൻ്റെ രാജ്യം, എന്തിന് മുഴുവൻ വിശ്വവും ഒരു നല്ലൊരു ലോകമായി കാണണം എന്നാണ്. ഇതിനെല്ലാം നമുക്ക് വേണ്ടത് ഒരു പക്വപ്പെട്ട ഒരു മനസ്സാണ് ആവശ്യം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ആത്മസാക്ഷാത്കാരത്തിന്റെ ആവശ്യമുണ്ട്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞു തരാനുള്ള ഗുരുക്കന്മാർ വളരെ ചുരുക്കമാണ്. ഹിന്ദു മതത്തിലുള്ള ഒരു വിശേഷത അല്ലെങ്കിൽ ഒരു പോരായ്മ എന്ന് പറയാം. എന്താണോ ആചാര്യന്മാർ പറയുന്നത്, എന്താണോ ഗുരുക്കന്മാർ പറയുന്നത്, അതെല്ലാം നമ്മൾ തലയാട്ടി കണ്ണടച്ച് കേൾക്കുക എന്നതാണ് നമ്മളെ കുട്ടിക്കാലം മുതൽ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അത് തന്നെയാ പാലിച്ചുകൊണ്ടും വന്നത്. അതിലപ്പുറം ഒരു ചോദ്യം നമുക്ക് അവിടെ ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ പറയും, എനിക്കിത് ചോദിക്കേണ്ട പ്രായമല്ല എന്ന് പറയും. അപ്പൊ പിന്നെ നമുക്ക് ആരിതെല്ലാം പറഞ്ഞു തരും. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ്. ചെറുപ്പത്തിലെ കുറേ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ വരും. ഞാൻ ആരാണ്? ഞാൻ എവിടുന്നാ വന്ന്? ഞാൻ എവിടേക്കാ പോകേണ്ടത്? എന്താണ് ഈ ജീവിതം? ആരെങ്കിലും മരിച്ചാൽ എന്തുകൊണ്ട് ഇവർ മരിച്ചെന്ന് പറയുന്നു? ഇത്രയും നാൾ ജീവിച്ചിരുന്നല്ലോ, ഇപ്പൊ എവിടെ പോയി അവര്? ഞാൻ കഴിക്കുന്ന ഭക്ഷണം എവിടുന്ന് കിട്ടിയതാണ്? ഇതിന്റെ ഉത്ഭവസ്ഥാനം എന്താണ്? ഇങ്ങനെയെല്ലാം ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ മാതാപിതാക്കൾക്കോ ഗുരുക്കന്മാർക്കോ ആചാര്യന്മാർക്കോ ചോദിക്കാനുള്ള ഒരു ധൈര്യം നമുക്കില്ല. അപ്പോഴാണ് നമുക്ക് ഈ ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയവുമായിട്ട് നമുക്കൊരു ബന്ധം കിട്ടിയത്. അവിടെ നമ്മൾ ഒരു ചോദ്യവും ചോദിക്കേണ്ട. ആദ്യം നമുക്ക് തരുന്നത് ആത്മജ്ഞാനമാണ്. വളരെ സാധാരണ ഭാഷയിൽ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നു, 2 കൈയും കൂപ്പി നമ്മൾ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ പോറ്റി നമുക്ക് പ്രസാദം തരുന്നു, നമ്മൾ അത് വാങ്ങി നമ്മൾ അറിയാതെ തന്നെ നെറ്റിയിൽ തൊടുന്നു. എന്താണ് അതിന്റെ അർത്ഥം? നെറ്റിയിൽ നമ്മൾ ചന്ദനം തൊടുന്നു, അല്ലെങ്കിൽ സിന്ദൂരം തൊടുന്നു, അല്ലെങ്കിൽ നമ്മൾ ഭസ്മം തൊടുന്നുവെങ്കിൽ അവിടെയാണ് ആത്മാ ഉള്ളത് എന്ന അറിവ് എപ്പോൾ കിട്ടിയോ അന്ന് മുതൽ ആത്മാവിനെ കാണാൻ തുടങ്ങി.
നിങ്ങൾ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന ജ്ഞാനമാണ് ഈ ഈശ്വര വിശ്വവിദ്യാലയം 7 ദിവസത്തെ 3/4 മണിക്കൂറിന്റെ ക്ലാസ്സിൽ ആദ്യം നമുക്ക് ആത്മബോധമാണ് ഉണ്ടാക്കുന്നത്. ഒരു ദിവസം നിങ്ങൾ ഞാൻ എൻ്റെ എന്ന് പറയുന്ന പല വാക്കുകളിൽ ഞാൻ എന്നത് ആത്മാവെന്നും ഈ ശരീരം എൻ്റെ എന്നതുമാണെന്ന് തിരിച്ചറിയൂ എന്ന ആ ബോധം ഉണ്ടാക്കി ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. പുരിക മധ്യത്തിൽ സ്വയം പ്രകാശിക്കുന്ന ഒരു ചൈതന്യ ശക്തി ആത്മാവാണ് നിങ്ങൾ. ഈ ശരീരത്തിലുള്ളത് ഹൃദയമാണ്, തലച്ചോറാണ്. പക്ഷെ ആത്മാവിലുള്ളതാണ് മനസ്സും ബുദ്ധിയും എന്ന് പഠിപ്പിച്ചു നമ്മളെ. അതുകൊണ്ടാണ് ഒരു ശവം ചിന്തിക്കാത്തത്, അതുകൊണ്ടാണ് ഒരു ശവം തീരുമാനമെടുക്കാത്തത്. ആത്മാവുള്ള ശരീരം ചിന്തിക്കുന്നു, തീരുമാനിക്കുന്നു എങ്കിൽ ആത്മാവിലാണ് മനസ്സും ബുദ്ധിയും ഉള്ളത്, ശരീരത്തിലാണ് ഹൃദയവും തലച്ചോറും ഉള്ളത്. ഇത് രണ്ടും ഒരു അവയവം മാത്രമാണ്. പക്ഷെ മനസ്സും ബുദ്ധിയും സൂക്ഷ്മമായ ശക്തികളാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് പ്രായം കൂടുന്നു എങ്കിലും മനസ്സ് ചെറുപ്പമായാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ മനസ്സിനെ എനിക്ക് സ്നേഹം വേണം, എനിക്ക് ലാളന വേണം, എനിക്ക് വേണം കുട്ടികളെ പോലെ ഈ മനസ്സ് പ്രായം കുറഞ്ഞു വരുവാണ്. ഈ മനസ്സിനെ പക്വപ്പെടുത്തി എടുക്കുന്നതാണ് ഈ ബ്രഹ്മകുമാരീസ് ഈശ്വര വിശ്വവിദ്യാലയം പഠിപ്പിക്കുന്നത്. ശരീരത്തിന് പ്രായം കൂടുന്നതിന്റെ ഒപ്പം മനസ്സിനെയും നമ്മൾ പാകപ്പെടുത്തണം. ആ പാകപ്പെടുത്തുമ്പോൾ ഗൃഹസ്ഥികളായ നമുക്ക് ഒരു പ്രശ്നവും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒരിക്കൽ ഒരു സമ്പന്നനായ ഒരാൾക്ക് എന്ത് കാര്യവും തന്റെ സമ്പത്ത് കൊണ്ട് നടത്തുമായിരുന്നു. പക്ഷെ അയാൾക്ക് ഒരു ഭയം എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതാണ് മരണഭയം എന്നത്. ഈ മരണഭയം എപ്പോഴും ഉണ്ട്. ഈ മരണഭയത്തെ എങ്ങനെ ജയിക്കാൻ പറ്റും? കാശ് കൊണ്ട് എല്ലാം ജയിക്കുന്ന ഇദ്ദേഹത്തിന് മരണത്തെ ജയിക്കാനുള്ള വഴി എന്താണെന്ന് അദ്ദേഹം അന്വേഷിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി എങ്കിൽ ഈ മരണത്തിന്റെ നാഥനായ കാലൻ അല്ലെങ്കിൽ യമരാജനെ നമുക്ക് വിളിക്കാമെന്ന്. യമരാജനെ വിളിച്ച് യമനുമായിട്ട് നല്ലൊരു സൗഹൃദം നിലനിർത്തി. എന്നിട്ട് ഇദ്ദേഹം തന്റെ ആഗ്രഹം ആ യമരാജനോട് പറഞ്ഞു, നീ എല്ലാവരെയും കൊണ്ടുപോകുന്നവനാണെന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ നിന്റെ സുഹൃത്തായ എന്നെ മാത്രം നീ ഇവിടുന്ന് കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. പക്ഷേ ഈ യമധർമ്മ രാജാവ് പറഞ്ഞത് അതെന്നെ കൊണ്ട് ഒക്കില്ല. എന്റെ പണി എന്താണ്? ആരെ, എവിടെ, എപ്പോ, ഏത് സാഹചര്യത്തിൽ, അത് പറക്കുവാണെങ്കിലും ഉറങ്ങുവാണെങ്കിലും നിൽക്കുവാണെങ്കിലും നടക്കുവാണെങ്കിലും എപ്പോ സമയം വന്നാൽ അപ്പൊ കൊണ്ടുപോകണം എന്നതാണ് എന്റെ ദൗത്യം. ആ ദൗത്യത്തിൽ നിന്ന് ഞാൻ മാറില്ലെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ തമ്മിലുള്ള സുഹൃത്തത്തിന് എന്താണ് അർത്ഥം? സൗഹൃദം ഉണ്ടെങ്കിൽ എന്തെങ്കിലും നേട്ടം വേണ്ടേ? അപ്പൊ ഈ യമൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, എങ്കിൽ ഈ സൗഹൃദത്തിനുള്ള ഒരു ഇളവ് ഞാൻ തരാം. ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്നെ കൊണ്ടുപോകാൻ വരുന്നതിന് മുൻപ് ഞാൻ നിനക്ക് 5 കത്ത്, 5 നിർദ്ദേശം തരും. നീ അത് ശ്രദ്ധിച്ചോണം. എങ്കിൽ നിനക്ക് ഞാൻ വരുന്നതിന് മുൻപ് നിനക്ക് തയ്യാറാകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം കുറച്ച് മരണഭയത്തിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കുകയാണ്. നമുക്കറിയാം ആയുസ് കൂടുകയാണ് നമുക്ക്, അല്ലെ? ആയുസ് കുറയുകയാണ്, പ്രായം കൂടുകയാണ്. പ്രായം കൂടി വരുന്ന ആയുസ് കുറഞ്ഞു വരുന്നു. ഏകദേശം നമ്മൾ ശൈശവം, ബാല്യം, കൗമാരകം, യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് തുടങ്ങുന്നത് എന്താണ്? നര ബാധിക്കാൻ തുടങ്ങും. ദശരഥ മഹാരാജാവ് ഒരു ദിവസം കണ്ണാടിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെവിടടുത്ത് ഒരു നര ബാധിച്ചപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇനി ഞാൻ വാർദ്ധക്യത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ എൻ്റെ മകന് രാജ്യം കൊടുത്ത് ഞാൻ സ്വസ്ഥനാകണം. ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഗുരുവിന്റെ ആചാരപ്രകാരം ഞാൻ ജീവിച്ച് എൻ്റെ ഈ വാനപ്രസ്ഥം തീർക്കണം എന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. നമ്മുടെ ഭാരതീയ സംസ്കാരമാണത്. ഇദ്ദേഹത്തിന് നര തുടങ്ങിയപ്പോൾ തന്നെ ഇദ്ദേഹം വേഗം പോയി ആ നര മാറ്റാനായിട്ടുള്ള കുറേ ഉണ്ടല്ലോ കാര്യങ്ങൾ. കലിയുഗത്തില് ബാഹ്യ സൗന്ദര്യം കുറയുമ്പോൾ എന്താകുന്നുണ്ട്? ആന്തര്യ സൗന്ദര്യം കൂട്ടുകയാണ് വേണ്ടത്. നമ്മുടെ മൂല്യങ്ങളെ, നമ്മുടെ ഗുണങ്ങളെ വളർത്തുകയാണ് വേണ്ടത്. പക്ഷെ ചെയ്യുന്നത് എന്താണ്? ബാഹ്യ സൗന്ദര്യം കുറയാൻ തുടങ്ങുമ്പോൾ അത് കൂട്ടാനുള്ള ബ്യൂട്ടി പാർലറുകളുണ്ട്. അപ്പൊ വേഗം ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ നരയെല്ലാം പോയി കറുപ്പടിക്കാൻ തുടങ്ങി. ഒന്നും കൂടി ചെറുപ്പക്കാരനായിട്ട് നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ ഉടനെ അടുത്തതാണ് ശരീരത്തിന്റെ മാറ്റം. കാഴ്ച കുറയാൻ തുടങ്ങി. നല്ലൊരു ഡോക്ടറെ കണ്ട് നല്ലൊരു കണ്ണട വെച്ച് കാണാൻ പറ്റാവുന്നതെല്ലാം അങ്ങേയറ്റം കാണാൻ തുടങ്ങി ഇദ്ദേഹം. അങ്ങനെ ആ കാഴ്ചാശക്തിയും കൂട്ടി. അടുത്തതാണ് പ്രായത്തിന്റെ പോക്ക്, കേൾവി കുറയാൻ തുടങ്ങി. ഇദ്ദേഹം നല്ലൊരു ഡോക്ടറെ കണ്ട് ചെവിക്കുള്ള ആ മെഷീനെല്ലാം വെച്ച് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാനും ശ്രദ്ധിക്കാനും തുടങ്ങി.
കാലത്തിന്റെ പോക്കാണ്. ഇദ്ദേഹത്തിന്റെ പല്ല് പൊഴിയാൻ തുടങ്ങി. നല്ലൊരു ഡോക്ടറെ കണ്ട് നല്ല പല്ലൊക്കെ വെച്ച് കൂടുതൽ ആഹാരമൊക്കെ കഴിച്ച് ഇനി നല്ല പുഷ്ടിയോടുകൂടി ജീവിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. അവസാനം പ്രായമായപ്പോൾ ശരീരം കൊണ്ട് ഒട്ടും വയ്യ. ഇദ്ദേഹം വീട്ടിൽ വിശ്രമമായി വയ്യാതെ കിടക്കുകയാണ്. അപ്പോഴാണ് കാലൻ വരുന്നത്. വന്ന് ഇന്ന് നിന്റെ ദിവസമാണ്, ഞാൻ നിന്നെ കൊണ്ടുപോകാനാണ് വന്നത്. പക്ഷേ കാലൻ പറഞ്ഞു, ഞാൻ എങ്ങനെ വരും? നീ എന്നോട് എന്താ പറഞ്ഞത്? ഞാൻ വരുന്നതിന് മുൻപ് നിനക്ക് ചട്ടമ്പിസ്വാമി തിരുവടികളുടെ പാതാരവിന്ദങ്ങളിൽ കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബ്രഹ്മകുമാരി ഈശ്വരീയ വിദ്യാലയം കോട്ടയുടെ കീഴിൽ മേഖലാ ഡയറക്ടർ മാതാജി രാജയോഗിനി ബഹൻ പങ്കെടുത്ത് അവരുടെ ഈ വനിതാ സമ്മേളനത്തിൻ്റെ പേരിലും വനിതാ വേദിയുടെ പേരിലും അഗൈതവുമായ കൃതജ്ഞത അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഇവിടെ പ്രൗഢഗംഭീരമായ ഏവർക്കും നമ്മൾ ഇരിക്കുന്നിടത്തും ചലിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ വളരെ ഉഗ്രമായ രീതിയിൽ ഒരു പ്രഭാഷണം നടത്തി നമ്മളെ എങ്ങനെ എത്തിച്ചു എന്ന് പറയാൻ എനിക്ക് വാക്കുകളില്ല. അതേപോലെ എല്ലാവരും ഇവിടെ നിശ്ചലരായിട്ടിരുന്ന് അത്ര വളരെ ഗംഭീരമായ ഒരു പ്രഭാഷണമാണ് ഇവിടെ നടത്തിയത്. ആ മാതാജിക്ക് എങ്ങനെ കൃതജ്ഞത അർപ്പിക്കണമെന്നുകൂടി എനിക്ക് തോന്നുന്നില്ല. അതുപോലെ വളരെ ഒരു പ്രഭാഷണമാണ് ഇവിടെ നടത്തി നമ്മളെ എല്ലാവരെയും നമ്മുടെ ഉള്ളിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് ഉറപ്പിച്ച് കിട്ടിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അതുപോലെയുള്ള ഒരു പ്രഭാഷണമായിരുന്നു നടത്തിയത്. മാതാജിക്ക് ഈ വനിതാ സമ്മേളനത്തിൻ്റെ പേരിലും ഞങ്ങളുടെ വനിതാ വേദിയുടെ പേരിലും അഗൈതവുമായ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അതേപോലെ ഇവിടെ പ്രഭാഷണം നടത്തിയ ഉഷാ ബഹൻജി ബ്രഹ്മകുമാരി ഈശ്വരി വിദ്യാലയം പത്തനംതിട്ട മാതാജിക്കും വനിതാ വേദിയുടെ പേരിലും ഈ വനിതാ സമ്മേളനത്തിൻ്റെ പേരിലും അഗൈതവുമായ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ ഇവിടെ വേദിയിലിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതയും ഞങ്ങളുടെ എല്ലാവരുടെയും വനിതാ വേദിയുടെയും കൺവീനറും ഞങ്ങൾക്ക് ോടൊപ്പം വനിതാ വേദിക്കും വനിതാ സമ്മേളനത്തിനും വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട XMLA മാലിയത്ത് സർല ചേച്ചിയാണ്. ചേച്ചിക്ക് കൃതജ്ഞത അർപ്പിക്കേണ്ട ആവശ്യമില്ല എങ്കിൽ തന്നെയും എൻ്റെ സ്വന്തം പേരിൽ ചേച്ചിക്കും അഗൈതമായ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ ഇന്നത്തെ വനിതാ സമ്മേളനത്തിലെത്തി ഇത്രയും നേരം ഇവിടെ ഉപവിഷ്ടരായിരുന്ന എല്ലാ അമ്മമാർക്കും സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി കൃതജ്ഞതയുടെ എൻ്റെ സ്വന്തം പേരിലും വനിതാ വേദിയുടെ പേരിലും കൃതജ്ഞത അർപ്പിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്കും വനിതാ വേദിയുടെ പേരിലും വനിതാ സമ്മേളനത്തിൻ്റെ പേരിലും ഉള്ള കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശതകോടി പ്രണാമം. സത്യസാഹിത്യ സംഘടന പത്തനംതിട്ട ജില്ലയുടെ ആഭിമുഖ്യത്തിൽ ഈ പരിപാവനമായ പമ്പാതീരത്തുള്ള കൺവെൻഷൻ നഗറിൽ സ്വാമിയുടെ ഭജന സമർപ്പിക്കുവാൻ കിട്ടിയ ഈ അവസരത്തെ ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഭഗവാൻ അദ്ദേഹത്തിൻ്റെ 75 വർഷത്തെ ജീവിതത്തോട് മാനവകുലത്തിന് മാനവനിൽ നിന്ന് മാധവനിലേക്ക് ഉയരാനുള്ള മാർഗമാണ് നിർദ്ദേശിച്ചു തന്നത്. ഭഗവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, നീ നിന്റെ ബുദ്ധി എപ്പോഴും ഉപയോഗിച്ച് കാര്യങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി വേണം നിന്റെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ. ഭഗവാൻ അതിനുവേണ്ടി ചെറിയൊരു കഥ പറഞ്ഞു തന്നത്, ഒരു മുടന്തനും അന്ധനും കൂട്ടുകാരായി സഞ്ചരിക്കുന്നു. അന്ധന്റെ തോളിൽ പിടിച്ചുകൊണ്ടാണ് മുടന്തൻ സഞ്ചരിക്കുന്നത്. അവരൊരുമിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വളരെയധികം ക്ഷീണവും വിശപ്പും അനുഭവപ്പെട്ടപ്പോൾ മുടന്തനായ ആൾ പറഞ്ഞു, സുഹൃത്തെ, നമ്മളിതാ ഒരു വെള്ളരിക്ക ഫാമിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്, നമുക്ക് കുറച്ച് വെള്ളരിക്ക പറിച്ചു നിന്ന് നമ്മുടെ വിശപ്പ് അകറ്റാം. അപ്പോൾ ഈ അന്ധനായ സുഹൃത്ത് ചോദിച്ചു, സുഹൃത്തെ, വെള്ളരിക്ക 2 തരമുണ്ട്,
ഒന്ന് മധുരിക്കുന്നതും ഒന്ന് കഴിക്കുന്നതും. ഇതിലേതാണ് അവിടെ ഉള്ളതെന്ന്. അപ്പോൾ പറഞ്ഞു അതെനിക്കറിയില്ല. അപ്പോൾ ചോദിച്ചു അതിന് വേലി കെട്ടി തിരിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞു ഇല്ല, വേലി കെട്ടിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു മുൻപോട്ട് നടന്നോളൂ, അത് കഴിക്കുന്നതായിരിക്കും. കാരണം വേലി കെട്ടി സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് കഴിക്കുന്നതാണെന്ന് അവൻ കാണാതെ അവന്റെ ബുദ്ധി കൊണ്ട് എങ്ങനെ മനസ്സിലാക്കുന്നു, അതുപോലെ നമ്മൾ കണ്ടില്ലെങ്കിലും നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് സംശീകരിക്കണമെന്നാണ് ഭഗവാൻ 85 വർഷത്തെ തന്റെ ജീവിതം കൊണ്ട് മാനവകുലത്തിന് നൽകിയ സന്ദേശം. മാനവിൽ നിന്ന് അവരെ മാധവനിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ആ ലക്ഷ്യം. ഇന്ന് ഇവിടെ ഞങ്ങൾ ഈ ഭജന സമർപ്പിക്കുകയാണ്. 3 ഓംകാരം, 3 സായി ഗായത്രി അതിനോടുകൂടി ആരംഭിക്കുന്നു. സായറാം. सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। शान्ति शान्ति शान्ति। वक्रतुण्ड महाकाय सूर्य कोटि समप्रभ निर्विघ्नं कुरु मे सर्वकार्येषु सर्वदा सर्वकार्येषु सर्वदा। विघ्नविनाशक गणनाथ विघ्नविनाशक गणनाथ विघ्नविनाशक गणनाथ विघ्नविनाशक गणनाथ गजानन